ഈ കാണുന്ന ബോക്സിൽ ഒരു കുഞ്ഞു ടൈപ്പ് ടൈലാണുള്ളത്. അതാണ് നമ്മൾ ഇന്നിവിടെ ഒട്ടിക്കാൻ വേണ്ടി പോകുന്നത്. ഇതാണ് നമ്മൾ ഇന്നിവിടെ ഒട്ടിക്കാൻ വേണ്ടി പോകുന്ന ടൈല്. സബ്വേ ടൈൽസ്, അതേപോലെ ബിസ്ക്കറ്റ് ടൈപ്പ് ടൈൽസ് എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. ഈ ഒരു ടൈലിൻ്റെ സൈസ് വരുന്നത് 20 സെൻറ്റിമീറ്ററിന് 5 സെൻറ്റിമീറ്റർ എന്നുള്ള കണക്കിലാണ് വരുന്നത്. ഇന്ന് മാർക്കറ്റിൽ ഏതൊരു സർഫസിലും ടൈൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഗം അവൈലബിൾ ആണ്. ഇരുമ്പിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ പറ്റിയതുണ്ട്, മരത്തിൻ്റെ മുകളിൽ ഒട്ടിക്കാൻ പറ്റിയതുണ്ട്. അങ്ങനത്തെ ഒരുപാട് സർഫസിൽ ഒട്ടിക്കാൻ പറ്റിയ ഗം അവൈലബിൾ ആണ്. അതിലൊരു ഗം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഈ ഒരു ടൈല് ഫിക്സ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഗമ്മിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിൻ്റെ മുകളിലും ടൈൽ ഒട്ടിക്കാൻ പറ്റും. അത് നമുക്ക് സീലിങ്ങിലായാൽ പോലും ഈ ഗം ഉപയോഗിച്ച് ടൈൽ ഒട്ടിക്കാൻ പറ്റും. ഈ ഒരു ചെറിയ ടൈല് നമ്മൾ പ്ലൈവുഡിൻ്റെ മുകളിലാണ് ഇവിടെ ഒട്ടിക്കുന്നത്. ഈ കിച്ചണിലെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ വാളിലാണ് നമ്മളിവിടെ ഒട്ടിക്കുന്നത്. ഇതുപോലത്തെ ടൈല് കൂടുതലായിട്ടും ബാത്റൂമിൽ, അതേപോലെ കിച്ചൻ്റെ വാള്, ഇങ്ങനത്തെ ഷോ ആയിട്ട് വരുന്ന ഏരിയകളിലാണ് കൂടുതലായിട്ടും ഇങ്ങനത്തെ ടൈൽ ഒട്ടിക്കുന്നത്. ഇങ്ങനത്തെ ടൈലുകൾ, ചെറിയ ടൈലുകൾ ഒരുപാട് സൈസുകളിൽ അവൈലബിൾ ആണ്. ചെറുതും വലുതുമായിട്ടുള്ള സൈസുകളിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ പല ആളുകൾക്കും ഇത് സെറാമിക് മെറ്റീരിയൽ ആയതുകൊണ്ട് ക്വാളിറ്റി കുറവാണ്, അതേപോലെ വാട്ടർമാർക്ക് വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ഈ ഒരു ടൈല് വിട്രിഫൈഡ് ടൈലാണ്. ഈ സബ്വേ ടൈൽസ്, അങ്ങനത്തെ ചെറിയ ടൈലുകളൊക്കെ സെറാമിക് ബോഡിയിലും അതേപോലെ വെട്രിഫൈഡ് ബോഡിയിലും വരുന്നുണ്ട്. ഈ ഒരു ടൈല് സെറാമിക് ബോഡി ആണെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ഉള്ള ഒരു ഡീമെറിറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ടൈലിന് നമ്മൾ ഓർഡർ ചെയ്ത് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഒരുപാട് കോസ്റ്റ്ലി ആയിരിക്കും ഈ ഒരു ടൈപ്പ് ടൈലിന്. നമ്മൾ സാധാരണ വലിയ ടൈല് എടുക്കുന്ന ഒരു പ്രൈസൊക്കെ ഈ ഒരു ടൈലിനും വരും. ഇങ്ങനത്തെ ടൈപ്പ് ടൈലുകൾ ഇതേപോലത്തെ സിമ്പിളായിട്ടുള്ള കളേഴ്സിൽ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനിൽ, അങ്ങനെ പല തരത്തിലും പല കമ്പനികളിലും ഇത് അവൈലബിൾ ആണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ച ഈ ഒരു ടൈലിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലൊരു ലെയറായിട്ട് ഗ്ലാസിൻ്റെ കോട്ടിങ്ങും കൂടി ഉണ്ട്. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കറ, അതേപോലെ വാട്ടർമാർക്ക് അങ്ങനെ ഒന്നും വരില്ല. അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനത്തെ ടൈപ്പ് ടൈലുകൾ കൂടുതലായിട്ടും ജോയിൻ്റ് അടുപ്പിച്ച് വെച്ചിട്ട് സ്പേസറൊന്നും കൊടുക്കാതാണ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു ഭംഗി. ചില ആളുകൾ സ്പേസർ ഇട്ടിട്ടും ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ടൈലിൻ്റെ ജോയിൻറ്റ് ഫില്ലർ കൊണ്ട് ഫില്ല് ചെയ്യണം. ഏകദേശം അതേ ഒരു കളർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് 3 ബോക്സ് ടൈലാണ് ഇത് ഒട്ടിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ളത്. നമ്മളെ സ്ക്വയർ ഫീറ്റ് അളവിനെക്കാട്ടും കുറച്ച് കൂടുതലാണ് 3 ബോക്സ് എന്ന് പറയുമ്പോൾ. ചില കമ്പനികൾ അത് അങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് സിംഗിൾ പീസായിട്ട് അങ്ങനെ കിട്ടുന്നില്ല. ഒരു ബോക്സ് ആയിട്ട് തന്നെ നമ്മൾ മിനിമം വാങ്ങിക്കേണ്ടി വരും ചില കമ്പനികളത്. ചിലത് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് കിട്ടുന്ന കമ്പനികളും ഉണ്ട്. നമുക്കിപ്പോൾ ഇതിൻ്റെ വർക്ക് മൊത്തം കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്കാണിത്. ഈ വീടിൻ്റെ മൊത്തം വർക്ക് കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ടുള്ളതാണ് നമ്മളിത്. ഇത് നമുക്ക് കണ്ടാൽ ലൈറ്റ് അടിക്കുന്ന സമയത്ത് ചെറുതായിട്ട് തിളങ്ങുന്നത് ആ ഒരു ഗ്ലാസിൻ്റെ ഒരു കോട്ടിങ് കൂടി ഉള്ളതുകൊണ്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ നമ്മൾ ചെറിയ ടൈൽ ഒട്ടിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. ഇതേപോലത്തെ വർക്ക്, അതേപോലെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്.